വ്ളോഗിന് പോവാണ്. ചെറിയൊരു ഷോപ്പിങ്ങിനാണ് ഞാൻ പോകുന്നത്. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. അപ്പോൾ അത് ഇതുവരെ ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിങ്ങിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വളരെ ചെറിയൊരു ഷോപ്പിംഗ് ആണ്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാമെന്ന് കരുതി. പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ. പെട്ടെന്നാണ് ഈ ഷോപ്പിംഗ് ഉണ്ടായത്. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതൊന്നുമല്ല, പെട്ടെന്ന് ഉണ്ടായതാണ്. പിന്നെ എൻ്റെ കയ്യിൽ മാസ്ക് ഉണ്ട്. മാസ്ക് ഇട്ടിട്ടൊക്കെ തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതാ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങളിതാ മെയിൻ റോഡിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണ റോഡാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് ചെറിയൊരു ടൗണിലോട്ടാണ്. ചെറിയ ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുതുമല്ല ചെറുതുമല്ല, മീഡിയം സൈസ് ടൗണ്. പിന്നെ ഇതിപ്പോൾ വളാഞ്ചേരിയാണ്. മലപ്പുറം വളാഞ്ചേരി അറിയണവരുണ്ടാവുക കാരണം. പിന്നെ ഇന്നിപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. ഈ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ കൊറോണയുടെ പ്രശ്നമൊക്കെ ഉള്ള കാരണമാണ് പുറത്തേക്കൊന്നും അധികം പോവാത്തത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഷോപ്പിംഗ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കണില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിതാ പോവാൻ നോക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് എൻട്രിയിൽ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ, അത് ഞാൻ ഇന്ന് ഈ പറയുന്ന വീഡിയോ എടുക്കുന്ന ദിവസം എടുത്തതല്ല, അതിന് ശേഷം എടുത്ത വീഡിയോസാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ കാരണം എന്നാൽ വീഡിയോ എടുക്കണമെന്ന് ഒട്ടും വിചാരിച്ചതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ കയറിയപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കണം തോന്നി, അപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. കോവിഡിൻ്റെ ഒക്കെ നല്ല പ്രോബ്ലം ഉണ്ട്. പിന്നെ നാളെ മുതൽ ലോക്കാവുമെന്ന് പറയുന്ന കാരണം ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങളത് ചെറിയൊരു ബ്ലോക്ക് വിട്ട് കിടക്കുകയാണ്. പൊതുവേ ഈ ഒരു ബ്ലോക്കും കാര്യങ്ങളൊന്നും അല്ല അവിടെ ഉണ്ടാവല് കേട്ടോ, നല്ല ഉണ്ടാവും. ഇപ്പോൾ ഈ കൊറോണയും കോവിഡും പ്രോബ്ലമൊക്കെ ആയതിന് ശേഷം ഇത് ഇപ്പോൾ നല്ല അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ കോവിഡൊക്കെ ആയതിനു ശേഷം കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങളിതാ കോഴിക്കോട് റോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഈ വീഡിയോസുകളൊക്കെ ഇത്രയും നന്നായിട്ട് എടുത്ത് തന്നിട്ടുള്ളത് എൻ്റെ നാത്തൂൻ്റെ മകളാണ് കേട്ടോ. അവളെനിക്ക് നന്നായിട്ട് വീഡിയോസുകളൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളെ കൂടെ ഉള്ളത് നാത്തൂനും നാത്തൂൻ്റെ മകനും നാത്തൂൻ്റെ മകള് എൻ്റെ മോള് ഞങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഷോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന സിറ്റി ചോയ്സ് എന്ന് കാണുന്ന ഷോപ്പിലോട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളത് ഈ ഒരു സൈഡിന് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഷോറൂമാണ് കേട്ടോ. പിന്നെ കയറി വരുന്ന താഴെ ഭാഗത്ത് തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, TV ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നേരം സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതാ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. പിന്നെ കേക്കിൻ്റെ ഒരുപാട് നല്ല നല്ല ഐറ്റംസുകളൊക്കെ ഇവിടെ കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഷോപ്പിലോട്ടൊക്കെ വന്നതായിരിക്കും. പിന്നെ ഇതേപോലെ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി തന്നെ ഞാനിത് ഫസ്റ്റ് ഷോപ്പിങ്ങിൻ്റെ വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാം, ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും ഞാനത് തിരുത്തിയിട്ട് അടുത്ത പ്രാവശ്യം ഇതിലും നന്നായിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി തന്നെ വീട്ടിലോട്ടുള്ള ഒരുവിധ നല്ല ഐറ്റംസും നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടത് ഈ ഒരു സാധനങ്ങളൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് ഇതൊന്ന് കണ്ടപ്പോൾ എടുത്തു പോയതാണ്. പിന്നെ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ എടുക്കാനുള്ളത് കുറച്ച് ബോട്ടിൽസുകളൊക്കെയാണ് കേട്ടോ. ബോട്ടിലുകളൊക്കെയാണ് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ബോട്ടിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് വേറെയും ഷോപ്പിലോട്ട് പോകാണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതാ ബോട്ടിൽ ഉള്ള ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ല നല്ല ബോട്ടിലുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നല്ല ബോട്ടിലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നല്ല കേട്ടോ, വേറെയും ഭാഗത്തൊക്കെ ഉണ്ട്. ഒക്കെ കാണിച്ചു തരാം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് വാങ്ങാൻ തന്നെ തോന്നും, അത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഈ ഒരു ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഇഷ്ടമായിട്ടോ, നല്ല ഭംഗിയുണ്ട്, കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു ബോട്ടിലാണ്. പിന്നെ അതേപോലെ കുറേ സാധനങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ല നല്ല ബാസ്ക്കറ്റ് പോലുള്ള നല്ല നല്ല സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടാനുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഞാൻ നോക്കിയിട്ടുള്ളൂ, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് നോക്കി. പിന്നെ ഞാനിവിടെ ഇതാ നമുക്ക് വെളിച്ചെണ്ണയും ഓയിലൊക്കെ ഒഴിച്ചേക്കാൻ പറ്റിയ നല്ല കുപ്പി, നല്ല ബോട്ടിലുകൾ കണ്ടപ്പോൾ അതെടുത്തു കേട്ടോ. അപ്പോൾ എന്നോട് നീനു പറയാം അത് വേണ്ട ഇതെടുത്തോ, ഗ്രീൻ കളർ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രീൻ എടുത്തിട്ടുണ്ട്. ഗ്രീനിൽ ഓയിൽ ഒഴിച്ച് വെക്കാനും മറ്റേത് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാനും കൊള്ളാം അല്ലേ.
പിന്നെ ഇവിടെ മോൾ ഇവിടെ ഇങ്ങനെ ഇവിടെ ഈ ഒരു ഭാഗത്ത് കേക്കിൻ്റെ ഐറ്റംസുകളൊക്കെ കിട്ടാനുള്ളത് കൊണ്ട് മോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങണത് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കേക്ക് അങ്ങനെ അത്ര വല്ലാതെ കഴിക്കുകയൊന്നുമില്ല, പ്രത്യേകിച്ച് ക്രീമൊന്നും അത്ര വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല കേട്ടോ, ഒരുപാട് മധുരം ഇഷ്ടമുള്ള ആളൊന്നുമല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം കേട്ടോ. പിന്നെ ഇവിടെ നല്ല നല്ല കുക്കറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചെറിയ കുക്കറുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെറിയ കുക്കറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതേ മോഡൽ ഇങ്ങനത്തെ മോഡലുകളൊക്കെ ആയിട്ടുള്ള ചെറിയ കുക്കറുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ താഴെയുള്ള ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടോ. അവിടെ ഇറങ്ങിയപ്പോൾ അത് നല്ല നല്ല കപ്പ്, ഗ്ലാസ്, അങ്ങനെയുള്ള നല്ല നല്ല ഐറ്റംസുകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല നല്ല ഐറ്റംസുകളുണ്ട്. പിന്നെ മോൾക്ക് ഇപ്പോൾ വേണ്ടത് സ്റ്റഡി ടേബിളാണ് കേട്ടോ. അപ്പോൾ അതിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് നോക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ ഗ്ലാസും കപ്പും ഇതൊക്കെ കണ്ടപ്പോൾ എടുക്കാമെന്ന് കരുതി. നല്ല നല്ല മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നീ എനിക്കൊരു മോഡൽ കാണിച്ചു തന്നു. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള കാണാൻ, നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുള്ള ടൈപ്പല്ലേ. ഈ ഒരു മോഡൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ. പിന്നെ എനിക്ക് നീന് കാണിച്ചു തരികയാണ്, ജഗിൽ നമുക്ക് ചായ എടുക്കാം, കപ്പിലോട്ട് ചായ ഒഴിക്കാം, നല്ല ഭംഗിയുണ്ടല്ലേ മാമി എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, നല്ല അടിപൊളി കപ്പുകളൊക്കെ ഉണ്ട്. എനിക്ക് ഗ്ലാസ്സിനേക്കാളൊക്കെ ഇഷ്ടം കപ്പുകളൊക്കെയാണ് കേട്ടോ. നല്ല നല്ല ജഗ്, കപ്പ് ഒക്കെ നല്ല നല്ല സാധനങ്ങളെല്ലാം മോഡൽ കിട്ടാണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാം കേട്ടോ. ഇനി ഞങ്ങൾ മോൾക്കുള്ള സ്റ്റഡി ടേബിൾ നോക്കാമെന്ന് കരുതി. അപ്പോൾ അതിങ്ങനെ നോക്കി നടക്കുകയാണ്. അവൾക്കുള്ള സ്റ്റഡി ടേബിൾ അവളിങ്ങനെ നോക്കി നടക്കിയിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഒന്നും കൂടി ഒന്ന് താല്പര്യം തോന്നിയിട്ടോ. അപ്പോൾ 30 നന്നായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ നോക്കണമെന്ന് ഒരു പിടുത്തൂല്ല കേട്ടോ, എനിക്ക് എന്താ നോക്കണമെന്ന് മനസ്സിലായില്ല. എന്നാൽ ഈ ഒരു ഭാഗത്ത് സ്റ്റഡി ടേബിൾ ഇല്ല. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റഡി ടേബിൾ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല, ആ മോഡൽ അവൾക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റഡി ടേബിളൊന്നും ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. ആ മോഡൽ വലിയ സുഖമില്ല, അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ അപ്പോൾ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങളിതാ ഈ ഷോറൂമിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. മുമ്പ് പറഞ്ഞ മാതിരി ഞങ്ങളിത് മറ്റൊരു ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ. ആ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല, അത് ഫസ്റ്റ് അല്ലേ. പിന്നെ എനിക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞില്ല, കയറി വരുന്ന ഭാഗത്ത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഐറ്റംസ് ആണെന്ന്. ഈ ഒരു ഐറ്റംസുകളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രി ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും പോലും സാധനങ്ങൾ വാങ്ങലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി പോയിട്ടോ. പിന്നെ രാത്രി യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജ്യൂസും ചോക്ലേറ്റ്സൊക്കെ കഴിച്ച് നന്നായിട്ട് അടിച്ച് പൊളിച്ച് വരികയാണ്. മാംഗോ ജ്യൂസാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. നല്ല തണുത്ത ജ്യൂസ് കിട്ടി, കാരണം ഒരുപാട് ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ചൂട് പക്കവട കിട്ടിയിട്ടുണ്ടായിരുന്നു, ബീഫ് പക്കവട, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചൂടോർക്കനെ കിട്ടുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് അല്ലേ. ഇത് മാളിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയ സമയത്ത് വാങ്ങിയതാണ്. നല്ല അടിപൊളി പക്കവടയായിരുന്നു കേട്ടോ, ബീഫ് പക്കവട. മിനിറ്റുകൾക്കുള്ളിൽ കാലിയായി എന്നൊക്കെ കേട്ടിട്ടില്ലേ, ടേസ്റ്റും ഉണ്ട്, അത്രയും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴിച്ച് വയറൊക്കെ വീർപ്പിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. നെക്സ്റ്റ് ടൈമിൽ ഞങ്ങൾ ഇതേപോലെ നല്ല വീഡിയോ ഇട്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ഇതേപോലെയുള്ള യാത്രകളും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൊന്ന് അറിയിക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ഫ്രണ്ട്സ്.